കേന്ദ്ര പൊതുമേഖലാ ടെലികോം സ്ഥാപനമായ BSNL ഇന്നും പലർക്കും ഒരു വികാരമാണ്. വലിയ തിരിച്ചടികൾക്ക് ശേഷം തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകുകയാണിപ്പോൾ BSNL. 4G സേവനങ്ങൾ ലഭ്യമാക്കാൻ വൈകിയത് മൂലം മലയാളി ഉപയോക്താക്കൾ വലിയൊരു ഭാഗം സ്വകാര്യ കമ്പനികളായ ജിയോ, എയർടെൽ പോലുള്ളവയിലേക്ക് മാറിയിരുന്നുവെങ്കിലും ഇപ്പോൾ തിരിച്ചുവരവിലാണെന്ന് കമ്പനി പറയുന്നു. BSNL ഇന്നും പലർക്കും ഒരു വികാരമാണ്. വലിയ തിരിച്ചടികൾക്ക് ശേഷം തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകുകയാണ് ഇപ്പോൾ BSNL. എന്നാൽ BSNLന്റെ തിരിച്ചുവരവ് അത്രയും അർത്ഥവത്തും പൂർണ്ണവുമാകണമെങ്കിൽ മലയാളികൾ കനിയണം എന്നുള്ളതാണ് സത്യം. ടെലികോം കമ്പനിയായ BSNLന്റെ നിലനിൽപ്പിലും തിരിച്ചുവരവിലും കേരളത്തിന് അത്രമാത്രം പങ്കുണ്ട്. ദേശീയ തലത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോഴും കമ്പനിയെ താങ്ങി നിർത്തിയ പ്രധാന വിപണികളിലൊന്ന് കേരള സർക്കിൾ തന്നെയായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളോട് പണ്ട് മുതലേ വൈകാരികമായ അടുപ്പവും പുലർത്തുന്നവരാണ് മലയാളികൾ. ഈ അടുപ്പം BSNLനും വളരെ പ്രധാനമാണ്. സ്വകാര്യ കമ്പനികളുടെ നിരക്ക് വർധനയ്ക്കിടെ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും ആശ്രയിക്കുന്നുണ്ട് BSNLനെ. BSNLന്റെ 4G 5G നവീകരണം വിജയിക്കുന്നതിന് കേരളത്തിലെ വരിക്കാരുടെ പിന്തുണ ഇപ്പോൾ അത്യന്താപേക്ഷിതമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ദേശീയ തലത്തിൽ BSNLന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകിയ മുൻനിര സർക്കിളുകളിൽ ഒന്നുകൂടിയാണ് കേരളം. BSNLിൽ പല സംസ്ഥാനങ്ങളിലും നഷ്ടം നേരിട്ടപ്പോഴും കേരള സർക്കിൾ വർഷങ്ങളോളം ലാഭത്തിലായിരുന്നു. കേരളത്തിൽ ഉപയോക്താക്കളിൽ നിന്നുള്ള ശരാശരി വരുമാനവും കൂടുതലാണ്. മൊബൈൽ കണക്ഷനുകൾക്ക് പുറമെ ഭാരത് ഫൈബർ ബ്രോഡ്കാസ്റ്റ് കണക്ഷനുകളുടെ കാര്യത്തിലും കേരളം BSNLന് വരുമാനം കൊണ്ടുവരുന്നുണ്ട്. 4G സേവനം ലഭ്യമാക്കാൻ വൈകിയത് മൂലം മലയാളി ഉപയോക്താക്കളിൽ വലിയൊരു ഭാഗം സ്വകാര്യ കമ്പനികളായ ജിയോ, എയർടെൽ പോലുള്ളവയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിൽ വലിയൊരു ഭാഗം ഉയർന്ന റീചാർജുകൾ ചെയ്തിരുന്ന യുവത്വമാണ്. BSNL നേടിയിരുന്ന ഈ വരുമാനം ഇന്ന് ആസ്വദിക്കുന്നതും വൻകിട സ്വകാര്യ കമ്പനികൾ തന്നെ. സമീപകാലത്ത് സ്വകാര്യ ടെലികോം കമ്പനികൾ മൊബൈൽ നിരക്കുകൾ കുത്തനെ കൂട്ടിയതോടെ രാജ്യത്ത് BSNL വീണ്ടും ശ്രദ്ധ നേടിയിരുന്നു. ഈ പോസിറ്റീവ് വികാരത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിലും വീണ്ടും BSNLിലേക്ക് തിരിച്ചെത്തിയത്. ടെലികോം വിപണി സ്വകാര്യ കുത്തകയായി മാറാതിരിക്കാൻ BSNL ആവശ്യമാണെന്ന തിരിച്ചറിവ് ഇന്ന് മലയാളികളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഫൈബർ ബ്രോഡ്കാസ്റ്റ് രംഗത്ത് കേരളത്തിൽ ഇപ്പോഴും BSNLന് ശക്തമായൊരു സാന്നിധ്യമുണ്ട്. BSNL 5Gയിലൂടെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.